ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങളൊരു മുക്കാൽ മണിക്കൂറിന് മുകളിൽ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പാരീസിൽ നിന്ന് ബോർഡർ കടക്കാനായിട്ട്. ഇനി ഞങ്ങൾ ഇപ്പോൾ പോണ ഈ വഴി എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലേക്ക് ഉള്ള ഡയറക്ഷനാണ്. അപ്പം നമ്മൾ പോയ വഴിക്ക് തന്നെ പോയി നോക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. 6 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നെത്തില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനം. ഇപ്പോൾ ഞങ്ങൾ എങ്ങനെ ചവിട്ടി പിടിച്ചാലും ഇടയിലൊരു ബ്രേക്ക് എടുക്കേണ്ടി വരുമല്ലോ. ആ ഒരു ടൈമിൽ നോക്കിയാലും കാൽക്കുലേറ്റ് ചെയ്താലും സ്ട്രൈറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ 6 മണിക്കൂർ, അതല്ലെങ്കിൽ വീണ്ടും നമുക്ക് ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പുലർച്ചയ്ക്കെങ്കിലും എത്താം എങ്ങനെയെങ്കിലും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ പോണ വഴിയിൽ ഫുള്ള് ഇരുട്ട്, ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പുറത്ത് ഏതാണ്ട് ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഒട്ടും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഒട്ടും വെളിച്ചില്ല. വണ്ടികൾ കടന്നു പോകുമ്പോൾ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ അങ്ങനെ ഒതുക്കി അവിടെ നിന്ന് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് ചോദിച്ചാൽ മോനെ ഇങ്ങനെ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കണ്ടതിൻ്റെ വേറെ ഒന്നുമല്ല. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഇത്ര നാൾ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് അത്രയും ടേസ്റ്റുള്ള ഒരു ബർഗർ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയും സൂപ്പറായിരുന്നു. നല്ല ബീഫിൻ്റെ ഒക്കെ ഫ്ലേവറില്ലേ അങ്ങനെ എടുത്തറിയുന്നുണ്ടായിരുന്നു. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ ഡൂപ്പർ ആയിരുന്ന ഒരു ബർഗറും കഴിച്ചു. അതുപോലെ തന്നെ ചീസ് ഫ്രൈസും കഴിച്ചു. കുറച്ച് സലാഡും ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു. യാത്ര അങ്ങനെ മുന്നോട്ട് പോകുന്നതും സമയവും കടന്നു പോകല്ലാതെ നമ്മൾ ഡ്യൂറേഷൻ ഞങ്ങൾക്ക് കൂടി വരുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. വരുന്ന വഴികൾ അത്രയും ആസ്വദിച്ച് വന്നിരുന്ന നമ്മൾ പോകുന്ന വഴിക്ക് പേടിച്ച് പോണ പോലെ വരണ്ടായിരുന്നു. പാരീസിൽ തന്നെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. എന്തായാലും ഇനി കഴിഞ്ഞ കാര്യം ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റൂം എവിടെയെങ്കിലും നമുക്ക് എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യാം ഇന്ന്. അത് കഴിഞ്ഞ് നാളെ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു.